കേരളീയ സമൂഹത്തിനോട് പൊതുവായി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്തു. പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ചോർത്തി. അത് ചിലത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തു. ഇനിയും ഒരുപാട് കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിന്റെ ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ്. ഈ കള്ള ഗ്രൂപ്പിന്റെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പക്ക ക്രിമിനൽസിന്റെ, ഈ നാടിനെ സംരക്ഷിക്കാൻ, ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം, ഈ നാടിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെന്റ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ, സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ, സർക്കാരിനെ, എന്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എന്റെ മുമ്പിലില്ലാത്തതുകൊണ്ടാണ് ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എന്റെ കേരള ജനതയോട് ഞാൻ വീണ്ടും ആ കാര്യത്തിൽ ക്ഷമ ചോദിക്കുക. ഇപ്പോ നിങ്ങളൊക്കെ പറയപ്പെടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, അതുപോലെ തന്നെ ADGP അജിത് കുമാർ, മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ വിഷയം വരുന്നത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം, ഉത്തരവാദിത്വം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടുവോ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എന്റെ പ്രധാന പ്രശ്നം. അതില്ല എന്നതിന് ഒരുപാട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ശശിധരൻ, നിങ്ങൾക്കറിയാം, നവകേരള സദസ്സ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നു. നവംബർ 29 തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോടായിരുന്നു, രാവിലെ 11 മണിക്ക്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലായിരുന്നു. അരീക്കോട് ഉണ്ടായ ഒരു സംഭവം അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ചില യൂട്യൂബർമാർ അവിടെ കടന്നു വന്നു. അവർ ചില പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ വന്ന ആളുകളുമായി വാക്കേറ്റമുണ്ടായി. ഇതെല്ലാം കണ്ട് നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട്. പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ ആ വിഷയത്തിൽ ഇടപെട്ടു. അവരെ ബലമായിട്ട് അവിടുന്ന് മാറ്റി. ആ സദസ്സിനെ, ആയിരക്കണക്ക് 10,000-ഓളം ആളുകൾ പങ്കെടുത്ത ആ സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി വന്നവരാണ് ഇവർ. പോലീസ് അനങ്ങിയില്ല. അങ്ങനെ ഈ വിഷയം പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, പിറ്റേ ദിവസം അദ്ദേഹം 30-ാം തീയതിയാണ്, നവംബർ 30. 1-ാം തീയതി അദ്ദേഹത്തെ രാവിലെ നവകേരള സദസ്സ് നടക്കുന്നതിനുള്ള പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഒരു 1.5 മിനിറ്റുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ദയവായി അതൊന്ന് കേൾക്കുക. അരീക്കോട് ഇന്നലെയാണോ? ഇന്നലെയല്ലേ അവിടെ 7,605 ആള് നിവേദനം കൊടുത്തു. 7,605 ആള് നിവേദനം അവിടെ കൊടുത്തു. ആ 7,605 ആള് സുഗമമായിട്ട് നിവേദനം കൊടുത്ത് അവിടെ പോയി. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് വെട്ടി തീർക്കാൻ ചില ആൾക്കാർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമല്ല. ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്തതാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്കതൊക്കെ പറയാൻ പറ്റും. നിങ്ങളിപ്പോ ഒരാളുടെ അടുത്ത് അനാവശ്യമായി തട്ടിക്കയറുമ്പോ അയാള് പിന്നെ എന്തെങ്കിലും പറയില്ലേ? നിങ്ങൾ ആ ദൃശ്യം എടുത്ത് കൊടുത്താൽ ആ ദൃശ്യാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ സംഭവിച്ചെന്നറിയാം. 7,605 ആള് പങ്കെടുത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചാക്കി കാണുന്നത്.